അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ടഫായിട്ടുള്ള ബ്ലോക്കാണ് രണ്ടാമത്തെ ബ്ലോക്ക്. ഡാറ്റ ഹാൻഡ്ലിംഗ്, ഡാറ്റയുടെ കൈകാര്യം. അതിൽ യൂണിറ്റ് 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 5 ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവോ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്? ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ബിസിനസ്സും അതിൻ്റെ വ്യാപ്തിനെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ബിസിനസ് ധാരാളം ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയൊരു പാരഗ്രാഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബിസിനസ് ഇസ് വെരി എസെൻഷ്യൽ ഇൻ ദി വർക്കിംഗ് ഓഫ് ദ എക്കോണമി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്സിൽ വളരെ വലിയ സ്വാധീനമാണ്, ഇമ്പോർട്ടൻസ് ആണ് ബിസിനസ്സിനുള്ളത്. എന്നിട്ട് പറയുന്നത്, ആസ് വൺസ് ബിസിനസ് സ്റ്റാർട്ട്സ് റണ്ണിങ് ഇറ്റ് ജനറേറ്റ്സ് ഡാറ്റ. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിലൊരുപാട് ഡാറ്റയും ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറയുന്നത് ബിസിനസ്സിലെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡാറ്റ, കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഡാറ്റ, മാർക്കറ്റിനെ കുറിച്ചുള്ള ഡാറ്റ, എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഡാറ്റ, അങ്ങനെ ഒരുപാട് ഡാറ്റ. എന്തായാലും ഒരു ബിസിനസ്സിൽ ധാരാളം ഡാറ്റ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഡാറ്റയെ നമ്മൾ പ്രത്യേക രൂപത്തിൽ ശേഖരിച്ച് വെക്കുകയും അതിന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രൂപത്തിൽ ഉപയോഗിക്കുകയും അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബിസിനസ് വിജയിക്കുള്ളൂ. അവിടെ കമ്പ്യൂട്ടറിന്റെ സഹായം നമുക്ക് വേണം. ഡാറ്റ കൈകാര്യം ചെയ്യലാണ് കമ്പ്യൂട്ടറിന്റെ പണി. There are numerous factors lead the design of business information system. എല്ലാ ബിസിനസ്സിലും ഡാറ്റകൾ ഒരേപോലെ അല്ല. ബിസിനസിന്റെ സ്വഭാവത്തിനും പ്രത്യേകതക്കനുസരിച്ച്, ബിസിനസിന്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ഇതിൽ ഡാറ്റയിൽ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ ബിസിനസിന്റെ ഡാറ്റയിൽ വ്യത്യാസം വരുന്ന അതിന് തീരുമാനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓർഗനൈസേഷൻസ്, എൻവയോൺമെന്റ്. ബിസിനസിന്റെ എൻവയോൺമെന്റ് ഏതാണോ അതനുസരിച്ച് ഡാറ്റയിൽ വ്യത്യാസം വരും. ഏത് മേഖലയിൽ ഏത് എൻവയോൺമെന്റിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സാണ്, ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ്സാണ്, അതനുസരിച്ച് ബിസിനസിന്റെ ഡാറ്റയിൽ വ്യത്യാസം വരും. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണോ അതനുസരിച്ച് ബിസിനസിന്റെ ഡാറ്റയിൽ വ്യത്യാസം വരും. ബിസിനസ് ശേഖരിക്കേണ്ട ഡാറ്റ, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണാലിറ്റീസ്. എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന്റെ ഫങ്ഷൻ എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ. ദെൻ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ പോളിസികൾ ഉണ്ടാകും. ആ പോളിസിയുടെ അടിസ്ഥാനത്തിലും ഡാറ്റയ്ക്ക് ചേഞ്ചസ് ഉണ്ടാകും. ദെൻ എഫക്റ്റീവ് മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ്. മാനേജ്മെന്റിന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള, അല്ലെങ്കിൽ നല്ല മാനേജ്മെന്റ് ആയിട്ടുള്ള ആ കേപ്പബിലിറ്റി അനുസരിച്ചും മാനേജ്മെന്റ് ഡാറ്റകൾക്ക് വ്യത്യാസം വരും. മാനേജ്മെന്റ് റോളിനനുസരിച്ചും ഡാറ്റയിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഡാറ്റ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്താണ് ഈ ഡാറ്റ? ഡാറ്റ തന്നെയാണോ ഇൻഫർമേഷൻ? എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കണം. ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്താണ് ഡാറ്റ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള പരിപൂർണമായ അർത്ഥം തരാത്ത വിവരണങ്ങളെയാണ് ഡാറ്റ എന്ന് പറയുക. അപ്പോൾ അതിന്റെ ഡാറ്റയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഒറിജിൻ പറയുന്നുണ്ട്. 1640 മുതലാണ് ഡാറ്റ എന്ന വാക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കമ്പ്യൂട്ടറിന്റെ ഇത് വന്ന സമയത്ത്, കമ്പ്യൂട്ടറിന്റെ യുഗം വന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വിവരത്തെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞു തുടങ്ങി. ഡാറ്റ ഈ ഒരു ഇതിന്റെ യൂസിന്റെ കമ്പ്യൂട്ടർ മേഖലയിൽ ഇതിൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത് 1954 അപ്പോൾ നമുക്ക് ഡാറ്റ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുറച്ച് സ്റ്റുഡൻസിന്റെ എണ്ണം തരിക, അല്ലെങ്കിൽ കുറച്ച് നമ്പർ നമുക്ക് തരിക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ട് 10, 20, 30, 40 കുറച്ച് നമ്പർ വന്നിട്ടുണ്ട്. അതൊരു ഡാറ്റയാണ്. എക്സ് ഈസിക്കൽ ടു 5, 10, 5, 20, 25 ഒരു ഡാറ്റ. അത് വെറും ഡാറ്റയാണ്. അത് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ അത് മാർക്കാണെന്നും ആ മാർക്കിന്റെ ആവറേജ് ഇത്രയാണ് എന്നും പറഞ്ഞാൽ അത്
നമുക്ക് ആ ഡാറ്റ ഒന്നും കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന വിവരത്തെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയും. അപ്പൊ ഡാറ്റയും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഡിജിറ്റ് ഡാറ്റയും അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന മീനിങ് ഫുൾ ആയ ഒരു സംഗതിനെ ഇൻഫർമേഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇസ് ട്രാൻസ്ഫോംഡ് ത്രൂ ദ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന അതിനെ ഇറ്റ് ഇസ് ടേംഡ് ആസ് ഇൻഫർമേഷൻ. അതിനെ ഇൻഫർമേഷൻ എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ ഡാറ്റയെ കുറിച്ച് ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്നതാണ്. ഫോർമലി ബിസിനസ് ഇസ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ് എന്നൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആണ്. പേഴ്സൺ ഹൂ ഹാസ് റെഗുലർ ഒക്കുപേഷൻ, ട്രേഡ് ഓർ എനി ലൈൻ ഓഫ് വർക്ക്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ധാരാളം വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആ വിവരങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള വിവരങ്ങളാണ്. ഇതിനെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതിനെ ശേഖരിച്ച് വെക്കുന്നതിനെ നമ്മൾ ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം, ബിസിനസ് ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നു. ബിസിനസ്സിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇത് എക്സാമിന് വരണമെന്നല്ല, ചുമ്മാ ജസ്റ്റ് പറയുന്നുള്ളൂ. ബിസിനസ് പല രീതിയിലുണ്ട്. പ്രൈവറ്റ് ഓൺഡ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഓൺഡ് ഉണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ഉണ്ട്. അതിൽ തന്നെ പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി, LLC ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെയുള്ള ബിസിനസ് ഫോംസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡാറ്റകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഡാറ്റ കൈകാര്യം ചെയ്യാൻ ഒരു സിസ്റ്റം വേണം, അത് ശേഖരിച്ച് വെക്കാൻ ഒരു സിസ്റ്റം വേണം. അപ്പോൾ ബിസിനസ്സിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ ഡാറ്റകളെ ശേഖരിക്കുകയും അത് ക്രമീകരിക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയെ നമുക്ക് ബിസിനസ് ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. അതാണ് ബിസിനസ് ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ബിസിനസ് ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ബി ഫർദർ കാറ്റഗറൈസ്ഡ് ഫ്രം എ കോൺസ്റ്റിറ്റ്യുവൻസി പെർസ്പെക്റ്റീവ്. ദി സിസ്റ്റം ആർ ഫോളോഡ്. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, അതായത് TPS എന്ന് പറയും. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, DSS. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം, EIS. ഇതൊക്കെ എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നീട് വരുന്നുണ്ട്. ബിസിനസ്സിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കുറേ ഡാറ്റ ശേഖരിക്കുകയും അത് കൈകാര്യം ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയാം. മറ്റേത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ ഡാറ്റ ശേഖരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. DSS എന്ന് പറയുന്നത് ഉന്നതതല മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഡാറ്റ ആവശ്യമുണ്ട്. എത്ര സെയിൽസ് ഇപ്പോൾ നടക്കുന്നു, ഇതുവരെ എത്ര സെയിൽസ് നടന്നു, പുറത്തെങ്ങനെ സെയിൽസ് നടക്കുന്നുണ്ട്, ഇതേപോലെയുള്ള കമ്പനിയിൽ അവിടെ എത്ര സെയിൽസ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയണം. അത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യണം. അതിന് DSS എന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. തീരുമാനങ്ങൾ എടുക്കാനാണെന്ന് ആലോചിക്കുക, അത് ഉന്നത മാനേജ്മെൻറ്റിലായിരിക്കുമെന്നും കൂടെ ചിന്തിക്കുക. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം, ഉന്നത മാനേജ്മെൻറ്റിലല്ല, താഴെ തലത്തിലെ മാനേജ്മെൻറ്റിലാണ് എക്സിക്യൂട്ടീവ് സിസ്റ്റം വരിക. തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടും മാനേജർമാർക്കും ആവശ്യമായ കുറച്ച് ഡാറ്റകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. അതിന് EIS എന്ന് പറയും, എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കാണാൻ ഡാറ്റാബേസ് അപ്ഡേഷൻ വരാറുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ കുറേ ഡാറ്റ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ വരുന്ന ഡാറ്റയും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ആൻറ്റിവൈറസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പുറത്തു നിന്നൊരു വൈറസ് കയറുമ്പോൾ ആ വൈറസിൻ്റെ പേര് നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ ആൻറ്റിവൈറസ് അതിനെ തടയുക. അത് കമ്പ്യൂട്ടറിൽ കയറാതെ തടയും, സിഗ്നൽ തരും.
അപ്പോൾ എങ്ങനെ ആ കമ്പ്യൂട്ടർ അത് കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ, വരാൻ സാധ്യതയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളുടെയും പേരുകൾ ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. ഈ സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സിസ്റ്റത്തിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പേരും ഈ പേരും ഒത്തു വന്നാൽ അപ്പോൾ അത് തടയും. അപ്പോൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കണം പേരുകൾ, ഏതൊക്കെ വൈറസ് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ പേരിൽ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ഡാറ്റാ ബേസ് എന്ന് പറയുക. നമ്മുടെ വീട്ടിലേക്കൊരു കള്ളൻ കടന്നു വരികയാണ്, അത് കള്ളനാണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ആ നാട്ടിലുള്ള കള്ളന്മാരെ കുറിച്ച് അറിയണം. അതാണ് ഡാറ്റാബേസ്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബിസിനസ്സിലും ഇതുപോലെ തന്നെ കുറേ ഡാറ്റ സേവ് ചെയ്ത് വെക്കുകയും അതിനെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഓൾറെഡി ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന സംവിധാനത്തെ ഡാറ്റാ ബേസ് എന്ന് പറയും. അതിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുക. അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഇൻഫർമേഷൻ ഡാറ്റ ഗ്യാതേർഡ് വേരിയസ് ഓപ്പറേഷണൽ യൂണിറ്റ്സ് റണ്ണിങ് ഇൻ എ ബിസിനസ് ആർ സ്റ്റോർഡ് ഇൻ എ റെപ്പോസിറ്ററി. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ആവശ്യമായ വിവരങ്ങൾ മറ്റ് പ്രവർത്തന മേഖലയിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു സിസ്റ്റത്തിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറേ ഡാറ്റകൾ ആദ്യം കളക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക. ഇതിനാണ് ഡാറ്റ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുക. There are implicit properties of a DBMS database management system are given below. Some predefined aspects should be identified. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡാറ്റ അറിഞ്ഞിരിക്കണം. അത് എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ലോജിക്കലി കോഹറന്റ് ഡാറ്റ. ഇത് ഓരോന്നും വ്യത്യസ്തമായ ഡാറ്റ തന്നെ ആയിരിക്കണം. Then it semantic of a data must be understood well in advance. ഞാൻ നേരത്തെ വൈറസിന്റെ കാര്യം പറഞ്ഞ പോലെ വരാൻ സാധ്യതയുള്ള എല്ലാ വൈറസിനെ കുറിച്ചും ആന്റി വൈറസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ഡാറ്റയിലും നമ്മൾ എല്ലാ ഡാറ്റയെ കുറിച്ചും മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് അത് ഏറ്റവും നല്ല ഡാറ്റ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവുള്ളൂ. It should be designed and implemented for a specific purpose or identified source of information related to the event and intended users. ബിസിനസ്സിൽ നമ്മൾ കുറേ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി വരാൻ പോകുന്ന സംവിധാനത്തിൽ വരാൻ പോകുന്ന സമയത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ്. എന്തായാലും കുറേ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. DSS നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉന്നതതല മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി DSS ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്ത് വെക്കണം. അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് DSS എന്ന് പറയുന്നത്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറേ ഡാറ്റ ആദ്യം ഉണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യും, അതനുസരിച്ച് പ്രവർത്തിക്കും. പ്രവർത്തിച്ചതിന് ശേഷം ഒരു റിവ്യൂ എടുക്കുകയും ചെയ്യും. DSSൽ ആരൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ മാനേജർമാരും സ്റ്റാഫും സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് അസിസ്റ്റന്റ്, എക്സ്പെർട്ട്, ടൂൾ യൂസർ, ബിസിനസ് അനലിസ്റ്റ്, DSS ഫെസിലിറ്റേറ്റർ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ DSSൽ ഉണ്ടാവുക. The major functionalities of a DSS can be summarized as follows. Provide support to managers, individual group, controlling and managing decision making process. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സപ്പോർട്ട് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഇന്റർഡിപെൻഡന്റ് ഡിസിഷൻസ്, അഡാപ്റ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ്. പിന്നെ സപ്പോർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഇൻസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് സിറ്റുവേഷൻസ്. ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇത്തിരി ടഫാണ്, വായിച്ചാലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP എന്ന് നിങ്ങൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ കേൾക്കാം ERP എന്താണെന്ന്. ഇടയ്ക്ക് ERP എന്ന് കേൾക്കും. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ്. ഇറ്റ്സ് എ പ്ലാനിങ് സിസ്റ്റം വിച്ച് ഇവോൾവ്ഡ് ഇൻ മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്, MRP. It aims to providing integration of information between customer, vendor and manufacturer using networks such as LAN, WAN and internet, etc. ഒരു സ്ഥാപനത്തിലുള്ള തൊഴിലാളികളെ അല്ലെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP.
ഒരു സംവിധാനമാണ്. ഇതിന് കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്, ERP സോഫ്റ്റ്വെയറുകൾ. അതായത് ഒരു കമ്പനിയിലുള്ള തൊഴിലാളികളെ എല്ലാവർക്കും കൂടെ ഒരു ദിവസം എല്ലാവർക്കും രാവിലെ ഒരു കമ്പനിയിൽ 1000 തൊഴിലാളികളുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കണം. സെയിം മെസ്സേജാണ് പോകേണ്ടത്. 1000 ആളെടുത്ത് മെസ്സേജ് അയക്കണം. അതിനൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൽ 100 ആളെ ഇൻക്ലൂഡ് ആക്കാം. ഒറ്റ ക്ലിക്കിന് ഒറ്റ മെസ്സേജ് അയച്ചാൽ അത് എല്ലാവർക്കും എത്തും. അതൊരു ചെറിയ രൂപമാണെന്ന് പറയാം. ഇനി ഒരു സ്ഥാപനത്തില് 1000 കസ്റ്റമേഴ്സ് ഉണ്ട്, 10,000 കസ്റ്റമേഴ്സ് ഉണ്ട്. ആ 10,000 കസ്റ്റമേഴ്സിന് ഒറ്റ നിമിഷം കൊണ്ട് ഒരു മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചാൽ അതിന് നമുക്ക് ERP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള സംവിധാനത്തിനാണ് ERP എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഇന്റർനെറ്റ് കണക്റ്റിലൂടെയാണ്. അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ലാന് വാന് മുതലായ കണക്ഷനിലൂടെയും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് തൊഴിലാളികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ERP എന്ന് പറയുന്നത്. തൊഴിലാളികളെയും കസ്റ്റമേഴ്സിനെയൊക്കെ ഇൻഫോം ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് GDPR. Today, the age of digitalization, people have a lot of their personal data online. It is because this ഇൻസാന് അത് ഓരോ ലൈനും വായിച്ചിട്ട് പറയുന്നില്ല. ഈ പറഞ്ഞ ഇന്റർനെറ്റ് ടെക്നോളജിയും കൂടുതൽ ഡാറ്റയും ബിഗ് ഡാറ്റയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും എല്ലാം അത്രക്ക് അങ്ങനെ സേഫ് അല്ല. അതിനെ പ്രൊട്ടക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതിനെയാണ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ GDPR എന്ന് പറയുന്നത്. അതോടുകൂടി ആ യൂണിറ്റ് അവസാനിക്കും. ദെൻ യൂണിറ്റ് 6 IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്. നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് ടോപ്പിക്കിനൊന്ന് വൈഡായിട്ട് ഈ ടോപ്പിക്കിൽ യൂണിറ്റിൽ 6 പറയുന്നു. IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്. ഇതും എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നോക്കുക, വൈ സിസ്റ്റം ആർ നോട്ട് സെക്യൂർ. എന്തുകൊണ്ട് സിസ്റ്റം സെക്യൂർ അല്ല? വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓൺ ദ വേ ദ വേൾഡ് വർക്ക്സ് ആൻഡ് ബിയോണ്ട് ദി അവർ ഇമാജിനേഷൻ ആൻഡ് സ്കോപ്പ് ആൾസോ. ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇന്റർനെറ്റ് ഒരു ലോകം തന്നെയാണ്. അവിടെ പല ആളുകളുണ്ടാവും. പലപ്പോഴും കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ മിസ്യൂസ് ചെയ്യാനും അത് സേഫ് അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ ഇന്റർനെറ്റിലൂടെയോ മറ്റോ ഉണ്ടാകുന്ന സൈബർ ബേസ്ഡ് ത്രെറ്റ്സ് പരിഹരിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രിവെന്റ് ചെയ്യുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിയുടെ പ്രിൻസിപ്പിൾസ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. അതായത് പല ഡാറ്റയും പുറത്തേക്ക് വിടാണ്ട് സൂക്ഷിക്കുക. പിന്നെ ഇൻറ്റഗ്രിറ്റി, മറ്റുള്ള ചില ടെക്നോളജി സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് കണക്റ്റ് ആവുക. ദെൻ അവൈലബിലിറ്റി, ഏത് സമയത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ അതിൽ ഇടപെടുക. അവൈലബിലിറ്റി. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി, ഒരു മോശമായ സംഭവമാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഇന്റർനെറ്റിൽ സംഭവിക്കാറുള്ള ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ്? ഇറ്റ് മീൻസ് സൈബർ ക്രിമിനൽസ്. ഇതൊരു സൈബർ ക്രിമിനൽസ് ആണ്. ഇതൊരു സൈബർ ക്രിമിനലാണ്. ഇത്തരം ക്രിമിനൽസ് illegally acquire the credential of innocent users and these credentials to the online cybercrime by hiding the actual identity and using the identity of their innocent users. തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്ന ആൾക്കാരാണ്. ആ മോഷ്ടിക്കുന്ന പരിപാടിയാണ് ഐഡന്റിറ്റി തെറ്റ്. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. അത് ഇത്തരം ക്രിമിനൽസിന് മോഷ്ടിക്കാൻ സാധിക്കും. എന്നിട്ട് അവർക്ക് അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് ഈ ഐഡന്റിറ്റി വെച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ. എന്തായാലും നമ്മുടെ ഐഡികൾ മോഷ്ടിക്കുന്ന ഒരു പ്രശ്നത്തെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ മോഷ്ടിക്കുന്നത് വെച്ചാൽ, നമ്മുടെ മറ്റു ഡാറ്റ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ ബാങ്ക് ഡീറ്റെയിൽസും മറ്റൊക്കെ നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡാറ്റ അവർക്ക് യൂസ് ചെയ്യാം. ഐഡന്റിറ്റി തെഫ്റ്റ് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? All time entering the personal information on the internet, please make sure the connection is encrypted. ഇന്റർനെറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സാധാരണ ഗൂഗിൾ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ, ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് ഒക്കെ അതൊക്കെ ഒഫീഷ്യൽ സെർച്ച് എഞ്ചിനുകളാണ്. അത് സേഫ് ആയിട്ടുള്ളതാണ്.
അതല്ലാത്ത പല വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ മാറി മാറി കയറുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവോയ്ഡിങ് സ്റ്റോറിംഗ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺ എനി വെബ്സൈറ്റ് ഇൻ യുവർ ഓൺലൈൻ ഷോപ്പിംഗ് ഓവർ ഇന്റർനെറ്റ്. ഓൺലൈൻ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചില സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതിലൂടെ നമുക്ക് ഐഡന്റിറ്റി തെഫ്റ്റ് ചെറുക്കാൻ പറ്റും. ഡു ഹാവ് ആൻ ആക്റ്റീവ് ആൻഡ് അപ് ടു ഡേറ്റ് സ്പൈവെയർ പ്രൊട്ടക്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയറോ സ്പൈവെയർ സോഫ്റ്റ്വെയർ ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഫേക്ക് ഇമെയിലിനെ കുറിച്ച് മറ്റൊക്കെ നമ്മൾ ബോധവാന്മാരാവുക. അൺസെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റവും ഫോണുകളും യൂസ് ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാറുണ്ട്. ഓർമ്മിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിളായ 1 2 3 4 5 എന്നൊക്കെയുള്ള പാസ്വേഡുകൾ നമ്മൾ സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യാതിരിക്കുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡുകൾ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനെ ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങൾ, ഐഡന്റിറ്റി തെഫ്റ്റ് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. എനിക്ക് സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് കുറച്ചും കൂടെ ആധികാരികമാക്കാൻ വേണ്ടി നമുക്ക് ഐഡന്റിഫിക്കേഷനും ഓതന്റിക്കേഷനും ഓതറൈസേഷനൊക്കെ ചെയ്യാം. 6 എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസ്. നമ്മുടെ കമ്പ്യൂട്ടർ സേഫ് ആക്കാൻ, നമ്മുടെ ഡാറ്റ സേഫ് ആക്കാൻ 6 പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ആക്ഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്ന് ഫയർവാളാണ്. ഫയർവാൾ മീൻസ് ആന്റി സ്പൈ വെയറുകളെ ചെറുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യലാണ്. അതേപോലെ തന്നെ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതും ഒരു പരിധി വരെ ആന്റി വൈറസുകളെ ചെറുക്കും. കോംപ്ലക്സ് പാസ്വേഡുകളാണ് യൂസ് ചെയ്യേണ്ടത്. സാധാരണ 1 2 3 4 ഒന്നും യൂസ് ചെയ്യാതെ കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡുകൾ യൂസ് ചെയ്യാം. റെഗുലർ ബാക്കപ്പ് എടുക്കാം. അതായത് കമ്പ്യൂട്ടറിലെ ഡാറ്റകളെ വീക്കിലി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഫയലിലേക്ക് സേവ് ആവും. അല്ലെങ്കിൽ അത് ഓൺലൈൻ ഫയലിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും നഷ്ടപ്പെടാതെ, കമ്പ്യൂട്ടറിന് കേടായാലും അത് നഷ്ടപ്പെടാതെ നമുക്ക് ലഭ്യമാവും. പെനട്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ലിമിറ്റ് ആക്സസ് ക്രിട്ടിക്കൽ ഡാറ്റ. പലപ്പോഴും മറ്റ് സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചോദിച്ചാലും yes എന്ന് കൊടുക്കുന്നത് മാറ്റണം. അങ്ങനെ ഒരു രീതി പാടില്ല. ദെൻ എംപ്ലോയീസ് ട്രെയിനിങ്. തൊഴിലാളികൾക്കൊക്കെ ഈ സ്പൈ വെയറുകളെ കുറിച്ചും ഡാറ്റ ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ചും സൈബർ ക്രൈമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദെൻ അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. നിങ്ങൾ നേരത്തെ കണ്ട ഈ ഒരു പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഡിജിറ്റലൈസേഷൻ. എന്താണ് ഡിജിറ്റലൈസേഷൻ? The term digitalization is used to convert paper-based data information into electronic way of saving. ഡിജിറ്റലൈസേഷൻ കേട്ടാൽ തന്നെ നമുക്കറിയാം ഡിജിറ്റൽ വൽക്കരിക്കുക. നമ്മൾ പേപ്പർ ഉപയോഗിച്ച് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ എന്തിലൂടെ എങ്ങനെ ചെയ്യുന്നു? പേപ്പർലെസ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പേപ്പർലെസ് ഡോക്യുമെന്റ്സിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് ഡിജിറ്റലൈസേഷൻ എന്ന് പറയും. ബിസിനസ്സിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്ട് ഓഫ് ഡിജിറ്റലൈസേഷൻ ഇൻ ബിസിനസ് വേൾഡ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്ലെക്സിബിൾ വർക്കാണ്. നമുക്ക് വർക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും. ദെൻ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവും. പുതിയ ബിസിനസ് മോഡൽസ് നമുക്ക് കിട്ടും. കമ്മ്യൂണിക്കേഷൻ നടത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ എവിടെയാണെങ്കിലും എവിടെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിനുള്ള ഇമ്പാക്റ്റ്. ഇനി ഗുണം ചോദിച്ചാൽ അതന്നെ എഴുതാം. ദെൻ ക്യാപ്ച കോഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാമിന് ചോദിക്കുന്നതാണ്. കാര്യമായിട്ട് പഠിക്കണം. സിമ്പിളായ ടോപ്പിക്കാണ് വിചാരിച്ച് വിട്ടുകളരുത്. ക്യാപ്ച കോഡ് എന്താണ്? കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂണിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുമ്പോൾ പലപ്പോഴും ചില സോഫ്റ്റ്വെയറുകൾ മനുഷ്യന്മാരെ പോലെ പ്രവർത്തിക്കും. എന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളറിയാതെ ഒരു സോഫ്റ്റ്വെയർ വന്ന് പ്രവർത്തിക്കും. അത് ലോഗിൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു മനുഷ്യനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ് ക്യാപ്ച കോഡ്സ്. അപ്പോൾ ക്യാപ്ച കോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാം ക്യാപ്ച കോഡ്. 2-3 സ്പെല്ലിംഗ് അടിക്കാൻ പറയും. എന്നിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും തരിക.
അപ്പോൾ ഒരു മനുഷ്യന്റെ തലച്ചോറിന് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കോഡ് തരുന്ന പരിപാടിയാണ് ക്യാപ്ച കോഡ് എന്ന് പറയുന്നത്. ഈ ക്യാപ്ച കോഡ് തന്നെ ടെക്സ്റ്റ് ബേസ്ഡ് ക്യാപ്ച കോഡ് ഉണ്ട്. കുറച്ച് സ്പെല്ലിംഗ് ഇങ്ങനെ തരാം, തെറ്റിച്ചൊക്കെ തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും ചാഞ്ചൊക്കെ തരാം. അത് നമ്മളോട് അടിക്കാൻ പറയും. അപ്പൊ അത് കറക്റ്റിന് അടിച്ചാൽ ആണ് മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്താ പറയാ, കുറെ യന്ത്രമനുഷ്യന്മാരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന യന്ത്രമനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അവരൊക്കെ ചെയ്തേക്കാം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള കോഡ് യൂസ് ചെയ്യാം. അത് ടെക്സ്റ്റ് ബേസ്ഡ് ക്യാപ്ച കോഡ് ഉണ്ട്, ABC3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തരും. ഇമേജ് ബേസ്ഡ് ഉണ്ട്, കുറെ ഇമേജ് തരും, അതിൽ കഷ്ണാക്കി തരും, എന്നിട്ട് അത് യോജിപ്പിക്കാൻ പറയും. പിന്നെ ഓഡിയോ ക്യാപ്ച, ഒരു സൗണ്ട് കേൾപ്പിച്ച് തന്നിട്ട് അത് അതേപോലെ ടൈപ്പ് ചെയ്യാൻ പറയും. മാത്തമെറ്റിക്കൽ ടാസ്ക്, ലോജിക് ക്യാപ്ച എന്ന് പറഞ്ഞത് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടാകും, അത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറയും. ഇതൊക്കെ ചെയ്താലാണ് നമ്മൾ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ അത് ആക്സസ് ചെയ്യും. ദെൻ വൺ ടൈം പാസ്വേഡ് നമുക്ക് അറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ കം ടു ദി 7th യൂണിറ്റ്, ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ. ഇന്റർനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ ഉത്ഭവം ഒക്കെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നെറ്റിലൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ഇന്റർനെറ്റ് ആദ്യമായി യൂസ് ചെയ്തത്, ഈ ഇന്റർനെറ്റ് എന്നുള്ള പേര് വന്നത് തന്നെ ഒരു നെറ്റിൽ നിന്നാണ്, വെബിൽ നിന്നാണ്. വേൾഡ് വൈഡ് വെബിന്റെ തുടക്കം പറയുന്നുണ്ട്. മിലിറ്ററീസിലാണ് യൂസ് ചെയ്തിരുന്നത്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കണക്ഷൻസ് യൂസ് ചെയ്തു. ആദ്യത്തെ കണക്ഷൻസ് കുറെ കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ചിട്ട് അത് കൂടെ സംസാരിക്കാനായിരുന്നു. അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സംസാരിച്ച് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു. അത് പിന്നീട് വയറിലേക്ക് മാറുകയും അത് ഇന്റർനെറ്റ് ആയിട്ട് ലോകം മുഴുവൻ, മിലിറ്ററി മാത്രം യൂസ് ചെയ്തിരുന്ന ഇന്റർനെറ്റ് ടെക്നോളജി പിന്നീട് ലോകം മുഴുവൻ എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. ഇന്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് പ്രോട്ടോകോളും പാക്കറ്റ് റൂട്ടിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ട്, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ട്. ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറയാം പ്രോട്ടോകോൾസ്. ഇന്റർനെറ്റിൽ എന്തൊക്കെ സർവീസ് നമുക്ക് അവൈലബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് കുറച്ചൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇമെയിൽ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് ലോഗിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു വലിയ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് എഴുതാം. വേൾഡ് വൈഡ് വെബ് ഉണ്ട്, ലോകം മുഴുവനുള്ള ഡാറ്റയെ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ അവൈലബിൾ ആക്കി തരുന്ന ഒരു സംവിധാനമാണ്, സിസ്റ്റമാണ്. വെബ് സർവീസും അത് തന്നെയാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ അയക്കുന്നതിനുള്ള ചില കോഡ്സ്. ചാറ്റ് റൂംസ് ഗൂഗിൾ നൽകുന്നു, മെയിലിംഗ് ലിസ്റ്റ്, ന്യൂ ഗ്രൂപ്പ്സ്, ഇങ്ങനെ കുറെ സൗകര്യങ്ങൾ ഇന്റർനെറ്റ് സർവീസ് തരുന്നു. ദെൻ വെബ് ബ്രൗസേഴ്സ് എന്താണെന്ന് അറിയണം. വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഗൂഗിൾ ഒരു വെബ് ബ്രൗസറാണ്. ഫയർഫോക്സും സഫാരിയും ഒപ്പേരയും എഡ്ജും വെബ് ബ്രൗസറാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് വെബ് ബ്രൗസേഴ്സ്. വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇയർ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഈ ഒരു നോട്ട്സിലുണ്ട്, നോക്കുക. ഇതിൽ പ്ലാസ്റ്റിക് മണിയെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് പ്ലാസ്റ്റിക് മണി? പ്ലാസ്റ്റിക് മണി ക്യാഷ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സംവിധാനം ആണ്. ഇത് പുറത്തുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, സംവിധാനമാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ക്യാഷ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ. പ്ലാസ്റ്റിക് മണി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പോയിന്റ്, അത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ പോയിന്റ് ജസ്റ്റ് വായിച്ചു നോക്കുക, അത് ഞാൻ അയക്കാം. ദെൻ ഇ വാളറ്റ്. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഡെബിറ്റ് കാർഡൊക്കെ പ്ലാസ്റ്റിക് മണി എന്ന് പറയാം. ഇ വാളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് എടുത്തു വെക്കാൻ പറ്റുന്ന, സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയർ ആണ്. അതിൽ നിന്ന് നമുക്ക് പിന്നീട് നമുക്ക് ക്യാഷ് ചെലവാക്കുകയും ചെയ്യാം. ഇ പേയ്മെന്റ് സിസ്റ്റം ഇൻ കൊമേഴ്സ്. ഇ പേയ്മെന്റ് സിസ്റ്റം ഈസ് റാപ്പിഡ്ലി റീപ്ലേസിംഗ് ദി ട്രഡീഷണൽ പേയ്മെന്റ് സിസ്റ്റം. പലപ്പോഴും നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ, എന്ത് വാങ്ങിച്ചാലും അതിന്റെ ക്യാഷ് നമ്മൾ പേ ചെയ്യാൻ
പോകരുന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുന്ന ശീലമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ ആ ഹാബിറ്റ്സ് മാറി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് കാര്യങ്ങൾക്കും മൊബൈൽ എടുത്തിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താൻ തുടങ്ങി. ഇതിനെ നമുക്ക് ഇ പേയ്മെൻറ്റ് എന്ന് പറയാം. ഇ പേയ്മെൻറ്റിൽ കുറേ സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇ പേയ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഇ പേയ്മെൻറ്റ് എന്താണെന്നും അതിന് ശ്രദ്ധിക്കേണ്ട ഇ പേയ്മെൻറ്റിലെ കുറച്ച് എലമെൻറ്റ്സ്, അതിൽ ടെക്നോളജി, ക്വിക്ക് റെസ്പോൺസ് കോഡ് ഉണ്ട്, QR കോഡ്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ആ ഉപഭോക്താവ് അല്ലെങ്കിൽ ആ ഒരു സപ്ലയറെ കോഡ് രൂപത്തിൽ മാറ്റുന്ന രീതിയാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത്, QR കോഡ് എന്ന് പറയുന്നത്. ദെൻ UPI പേയ്മെന്റ് ഉണ്ട്. എന്താണ് UPI? UPI enables creation of a virtual address for money transfer. The user need not disclose the account number. UPIന്റെ പ്രത്യേകത അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാതെ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് UPI പേയ്മെന്റ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് ഇതിന് പറയാം. ഡിജിറ്റൽ വാളറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സ് എന്ന് പറഞ്ഞ പോലെ ക്യാഷ് എടുത്ത് വെക്കാനുള്ള ഡിജിറ്റൽ സംവിധാനമാണ്. അവിടെ നമുക്ക് ക്യാഷ് എടുത്ത് വെക്കാം. ആവശ്യമുള്ള ക്യാഷ് വാളറ്റിൽ നിന്ന് നമുക്ക് ചെലവഴിക്കുകയും ചെയ്യാം. അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡാറ്റ USSD, ഇതൊരു കോഡാണ്. നമുക്ക് ചില ഡാറ്റകൾ അവൈലബിൾ ആക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കോഡുകൾ USSD കോഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ അവൈലബിൾ ആക്കാം. മൊബൈൽ മണി ഐഡന്റിഫയർ MMID, ഇന്റർനെറ്റ് ബാങ്കിങ്ങും നമുക്കറിയാലോ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എഫക്ട്സ് ഓഫ് ഡിമോണിറ്ററൈസേഷൻ ഓൺ ഡിജിറ്റൽ പേയ്മെന്റ്. നമ്മുടെ ക്യാഷ് പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ് മോദി സർക്കാർ. അതിനാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആ ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ 1500 നോട്ടുകൾ നിരോധിച്ചു. അതിനുശേഷമാണ് എന്തുണ്ടായത്? ഡിജിറ്റൽ പേയ്മെന്റിൽ നമ്മൾ മുന്നേറ്റം തുടങ്ങിയത്. എല്ലാറ്റിനും ഗൂഗിൾ പേയും മറ്റൊക്കെ ചെയ്തു ഡിജിറ്റൽ പേയ്മെന്റിൽ നമ്മൾ നന്നായിട്ട് മുന്നേറി. ഇത്രയാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ പറയാനുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൂടി സേവ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ ലിസണിങ്.